നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് വല്ലാതെ പെട്ടൊരു അവസ്ഥയിലിരിക്കുവാണ് നന്ദു. കാരണം അനിയോട് പോവാൻ പറഞ്ഞിട്ട് അനി പോവാൻ കൂട്ടാക്കുന്നില്ല. അല്ലെങ്കിലും എങ്ങനെ പോവാനാ? പുറത്ത് കനകയും ഗോവിന്ദനും ഉണ്ട്. അവരുടെ കണ്ണു വെട്ടിച്ചിനി പുറത്തേക്ക് ഇറങ്ങാന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അവരെങ്ങാനും അകത്തേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ അതോട് കൂടി തീർന്നു. ആ സമയത്ത് അനിയോട് നന്ദു പറഞ്ഞു, പ്ലീസ് അനി, ഞാൻ ഒന്ന് പറയുന്ന കേൾക്ക്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. നീ വിഷമിക്കാതെടി. ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാനിതേ ഈ കട്ടിലിന്റെ അടി കയറി ഒളിച്ചോളാന്ന് പറഞ്ഞില്ലേ? എടാ അനി, നിനക്ക് ഇതൊക്കെ പറയാം. നീ എത്ര കൂളായിട്ടാ പറയുന്നേ. ടെൻഷൻ എന്റെ നെറുകുന്തല വരെ കേറിയിരിക്കുക. നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? ഞാനല്ലേ പറയുന്നേ. ആര് വന്നാലും വന്നിട്ട് അവര് അങ്ങോട്ട് മുറിയെന്ന് അങ്ങോട്ട് ഇറങ്ങി പോയിക്കോളല്ലോ. ആ സമയത്ത് പിന്നെ ഞാൻ പുറത്തിറങ്ങിക്കോളാന്ന് പറഞ്ഞു. പക്ഷെ നന്ദുവിന് ഭയങ്കര പേടിയാ. കാരണം എങ്ങാനും പിടി കൂടിയിട്ടുണ്ടല്ലോ അതോടുകൂടി തീർന്നു. പിന്നെ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നു പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ സമയം കനകയും ഗോവിന്ദനും കൂടെ പുറത്തൂടെയൊക്കെ പോയി നോക്കുവാണ്. ആരെയും കാണുന്നില്ല. കനക പറഞ്ഞു, ഗോവിന്ദേട്ടാ. ഗോവിന്ദേട്ട ചിലപ്പോ തോന്നിയതായിരിക്കും. ഒരു ചെറിയ ശബ്ദം കേട്ടാ മതി ഗോവിന്ദൻ അറിയാനായിട്ട്. അപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു, അല്ല കനകെ, ഞാൻ കേട്ടാന്ന് പറയണം. മതില് ചാടുന്ന പോലെ ഒരു ശബ്ദം ഞാൻ കേട്ടു. എന്റെ ഗോവിന്ദേട്ട, അത് ചിലപ്പോ തോന്നിയതായിരിക്കും. വല്ല തേങ്ങയോ മറ്റോ വീണാണെങ്കിലും നമുക്ക് അങ്ങനെ തോന്നുള്ളൂ. പിന്നെ തേങ്ങ വീണിട്ടുണ്ടെങ്കിൽ മതിൽ ചാടുന്ന പോലെയാണോ തോന്നുന്നേ? കനക പറഞ്ഞു, പിന്നെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കാണണ്ടതല്ലേ? ആരും വന്നിട്ടില്ലല്ലോ. കനകെ, നമ്മൾ സൂക്ഷിക്കേണ്ട സമയമാണ്. നന്ദുവിന്റെ കാര്യം അറിയാലോ. നന്ദുമോൾക്ക് ശത്രുക്കൾ കുറേയുണ്ട്. ഒരു പക്ഷെ വരുന്നവര് കള്ളന്മാരാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ചിലപ്പം ചിലപ്പം നന്ദുവിനെ എന്തേലും ചെയ്യാൻ വേണ്ടി വരുന്നതാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. കള്ളന്മാരാണെങ്കിലും മോഷണം നടത്തിയിട്ട് പോകത്തുള്ളൂ. പക്ഷെ നന്ദുമോളെ ഉപദ്രവിക്കാൻ വന്നാണെങ്കിലോ? അത് കേട്ടപ്പം ഭയങ്കര ടെൻഷനായി കനയ്ക്ക്. സത്യമാണോ ഗോവിന്ദേട്ടാ? അങ്ങനെ ആരും വരുവോ? പിന്നല്ലാതെ. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. ഒരു കാര്യം ചെയ്യാം, വീടിനകത്ത് കയറിയിട്ടുണ്ടോ എന്ന് നോക്കാന്ന് പറയണം. അങ്ങനെ അവര് വീടിനകത്തേക്ക് കയറി അവിടെയൊക്കെ നോക്കണം. പക്ഷെ ഒരിടത്തും കണ്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇനി നന്ദുമോളുടെ മുറിയിലേയും കൂടെ ചെല്ലാം. ഈ നന്ദുമോളെ തനിച്ച് കിടത്തണ്ടെന്ന് പറയണ കനകയോട്. കാരണം ഇനിയിപ്പോ രാത്രിയിൽ എങ്ങാനും ഏതേലും അവന്മാര് പതുങ്ങിയിരിപ്പുണ്ടെങ്കിലോ. അങ്ങനെ അതൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ നന്ദുവിന്റെ മുറിയുടെ അങ്ങോട്ട് ചെല്ലുക. നന്ദുവിന്റെ മുറിയുടെ ചെന്ന് കഥയെ മുട്ടുവാണ്. ഈ സമയത്ത് നന്ദു ഞെട്ടിപ്പോയി. ദൈവമേ, അനിയുണ്ട് മുറിയില്. എടാ, മുട്ടുന്നുണ്ട് കഥകയില്. ഈ സമയം അനി പറഞ്ഞു, നീ പേടിക്കാതെ, ഞാൻ കട്ടിലിനടി കയറിക്കോളാന്ന് പറഞ്ഞുകൊണ്ട് അനി ചാടി കട്ടിലിനടിയിലേക്ക് കയറി ശ്വാസം അടക്കി പിടിച്ച് കിടക്കുവാണ്. നന്ദു പതുക്കെ പോയി കഥവ് തുറന്നു കഴിഞ്ഞപ്പോ കനകയും ഗോവിന്ദനും കൂടെ കയറി വന്നു. പെട്ടെന്ന് നന്ദു ചോദിച്ചു, എന്താ നീ ചോദിക്കണം? അത് പിന്നെ എന്റെ മോളെ, ഈ അച്ഛൻ ഉറക്കിയിട്ട് വേണ്ടേ? ആരോ മതില് ചാടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ എഴുന്നേറ്റ. എന്നെ ഉറക്കിയിട്ടില്ലെന്ന് പറയണം. പെട്ടെന്ന് നന്ദു പറഞ്ഞു, അതൊക്കെ തോന്നുന്നായിരിക്കും. അതിപ്പോ ആരിപ്പം മതില് ചാടി വരാനായിട്ടാ? ഇപ്പൊ മതില് ചാടി വന്ന് കള്ളന്മാര് എന്തെങ്കിലും എടുത്തോണ്ട് പോകുന്ന അച്ഛനും അമ്മയ്ക്കും പേടിയുണ്ടോ? ഗോവിന്ദൻ പറഞ്ഞു, സ്വർണം പോയാ പോട്ടേന്ന് വെക്കാം. അതല്ല മോളെ, മോൾക്ക് കുറെ ശത്രുക്കളൊക്കെ ഉണ്ടല്ലോ. അതാ എനിക്ക് പേടി. അച്ഛാ, ശത്രുക്കളൊക്കെ വന്ന് എന്നെ എന്തേലും ചെയ്യുമെന്ന് അച്ഛനും തോന്നുന്നുണ്ടോ? മോളെ, സാധാരണഗതിയിലാണ് പ്രശ്നമില്ല. പക്ഷെ ഇപ്പൊ നിനക്ക് കാലിന് വയ്യല്ലോ. അപ്പൊ നിനക്ക് വയ്യാണ്ടിരിക്കുവാന്ന് ശത്രുക്കൾക്ക് നന്നായിട്ടറിയാം. ഈ സമയത്ത് വന്ന് എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിലോ, നിനക്ക് എന്തേലും ചെയ്യാൻ പോലും പറ്റുമോ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. എന്തോ ഇനി ഉറങ്ങാൻ പോയാലും ഉറക്കം വരുമെന്ന് തോന്നില്ല. ഒരു കാര്യം ചെയ്യട്ടെ, കനക ഇവിടെ കിടന്നോട്ടെ എന്ന് പറയണ. അമ്മ ഇവിടെ കിടക്കാനോ? അതെ കനക, നീ മോളോടൊപ്പം കിടന്നു. ഞാൻ തന്നെ ചനിച്ച് മുറി കിടന്നോളാം. ഇനിയിപ്പോ ആരെങ്കിലും വന്നാലോ, കള്ളന്മാരോ അല്ലെങ്കിൽ ആരെങ്കിലും വന്നാൽ തന്നെ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു കാര്യല്ലേ. നീ ഇവിടെ കിടന്നോളാൻ പറയണം. കട്ടിലിനടി കിടക്കുന്ന അനി ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഞെട്ടിപ്പോയി. എന്റെ ഭഗവാനെ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? എന്ത് ചെയ്യും? കതവ് തുറന്ന് പുറത്തിറങ്ങാനും പറ്റില്ല. രാത്രിയില് എങ്ങനെ കിടന്നുറങ്ങാനും പറ്റില്ല. എങ്ങാനും ചെറിയ ശബ്ദം കേട്ട് തന്നെ പിടിച്ചാലോ? ആകെപ്പാടെ ടെൻഷനായിപ്പോയി എനിക്ക്. വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ആ സമയം നന്ദുവിന്റെ മുഖമൊക്കെ ആകെപ്പാടെ വിളറി വെളുത്തു. അപ്പോഴേക്കും കനക ചോദിച്ചു, എന്താ മോളെ, നിന്റെ മുഖത്തൊരു വല്ലായ്മയും ബുദ്ധിമുട്ടൊക്കെ എന്താ? ഒന്നുമില്ലമ്മേ. അമ്മ അച്ഛനും ഇങ്ങനെ പേടിച്ചാലോ? ഞാൻ തനിച്ചിവിടെ കിടന്നോളാം. എനിക്കൊരു പേടിയില്ലാന്ന് പറഞ്ഞു. അത് ശരിയാകത്തില്ല എന്റെ അച്ഛൻ അമ്മയും വിളിച്ചോണ്ട് പോവാൻ നോക്കിയേ. ഞാൻ എന്താ കൊച്ചു കുട്ടിയാണോ? എനിക്ക് അങ്ങനെ പേടിയൊന്നും ഇല്ലാന്നുള്ള കാര്യം അറിയാലോ. കനക പറഞ്ഞു, എന്നാണല്ലോ അച്ഛൻ പറഞ്ഞല്ലേ, ഞാൻ നിന്നോടൊപ്പം കിടക്കുന്നുള്ളെന്ന് പറഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്നോർത്ത് നന്ദു ആകെപ്പാടെ വിഷമിച്ചു പോയി. അധികം ഫോഴ്സ് ചെയ്ത് പറയാനും പറ്റില്ല. എന്തേലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിലോ. അനി ശ്വാസം അടക്കി പിടിച്ച് കിടക്കുവാണ്. ഒടുവില് കനക പറഞ്ഞു, ഞാൻ കിടക്കാൻ പോവാന്ന് പറഞ്ഞ കട്ടിലേക്ക് കയറുവാണ്. ദൈവമേ, ഗോവിന്ദൻ അങ്ങോട്ട് പോവുകയും ചെയ്തു. കനയോട് പറഞ്ഞു, സൂക്ഷിക്കണം. പോത്ത് പോലെ നീ രാത്രി കിടന്ന് ഉറങ്ങിയേക്കല്ലേ. എന്തേലും ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ ചാടി എഴുന്നേക്കണം എന്നൊക്കെ പറഞ്ഞു. നന്ദുവിന് ഭയങ്കര ബുദ്ധിമുട്ടായി. നന്ദുവിന് ഉറങ്ങാൻ പറ്റുമോ? കനക പറഞ്ഞു, മോളെ,
നീ കിടന്ന് ഉറങ്ങിക്കോളാൻ പറയണ. അപ്പോഴേക്കും നന്ദു പറഞ്ഞു ഞാൻ ഉറങ്ങിക്കോളാം, അമ്മ കിടന്നോളാൻ പറയണ. അത് ശരിയാകത്തില്ല, നീ ഇങ്ങോട്ട് കിടക്കാനൊക്കെ പറഞ്ഞ് കിടത്തുവാണ്. ദൈവമേ, എങ്ങനെയെങ്കിലും അവൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. പക്ഷെ ഇനിയിപ്പൊ അങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. എഴുന്നേറ്റ് കതവ് തുറക്കുന്ന ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ അമ്മ എങ്ങനെ കണ്ണു തുറന്ന് അതോടുകൂടി തീർന്ന പരിപാടി. ആകപ്പാടെ വെപ്രാളമായി പോയി നന്ദുവിന്. ഒടുവിൽ അങ്ങനെ കിടക്കുവാണ്. ഈ സമയം അനി ശ്വാസം ഒഴുക്കി പിടിച്ച് കിടക്കുക. എന്താ ചെയ്യണ്ടേന്ന് അറിയത്തില്ല. നന്ദുവിനാണെങ്കിലോ അനിയൊന്ന് വിളിക്കാനോ ഒരു മെസ്സേജ് അയക്കാനും പോലും പറ്റില്ല. കട്ടിലിനടിയിലല്ലേ കിടക്കുന്നേ. അങ്ങനെ കുറെ സമയം രാത്രിയെ കഴിഞ്ഞ് കഴിയുമ്പത്തേനും കനക പതുക്കെ ഉറങ്ങിയെന്ന് മനസ്സിലായ നന്ദുവിന്. പക്ഷെ എങ്ങനെ അനിയെ എഴുന്നേറ്റ് വിളിക്കുന്നേ? ആകെപ്പാടൊരു പെപ്രാളമൊക്കെ ആയിപ്പോയി. ഒടുവില് എനിക്ക് തോന്നി എല്ലാരും കിടന്ന് ഉറങ്ങിയെന്ന്. അനി പതുക്കെ ഇങ്ങനെ കട്ടിലിനടുത്ത് എണീറ്റ് വരുവാണ്. എണീറ്റ് വന്ന് നോക്കിയപ്പോ നല്ല ഉറക്കുക. പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ കുറ്റിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങുവാണ്. അപ്പോഴാണ് നന്ദുവിന് ശ്വാസം വീണേ. എന്തായാലും പിടി വീണില്ല. അതിനു മുമ്പ് തന്നെ അനി പുറത്തു കിടന്നു. ഈ സമയത്ത് നന്ദു പതുക്കെ എഴുന്നേക്കുവാണ്. നന്ദു പതുക്കെ എഴുന്നേറ്റ് വന്ന് കഥവ് കുറ്റിയിടാൻ തുടങ്ങുന്ന സമയത്ത് കനക എഴുന്നേറ്റ് ഇടിച്ചു. എന്താ മോളെ, എന്താന്ന് ചോദിക്കണം. അത് പിന്നെ അമ്മ എന്തോ ഒരു ഒച്ച കേട്ട പോലെ തോന്നി, അതുകൊണ്ട് ഞാൻ കഥവ് തുറന്നാന്ന് പറയണ. ഒച്ച കേട്ടതുപോലെയോ? എന്നിട്ട് നമ്മളെ നീ എന്നെ വിളിക്കായിരുന്നേ? അത് പ്രശ്നമൊന്നുമില്ലമ്മേ, ആരുമില്ലാന്ന് തോന്നേന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് തന്നെ കഥവ് കുറ്റിയിട്ടു. പേടിയായിട്ടൊരു രക്ഷയില്ലായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. പിടിക്കപ്പെട്ടാ തീർന്നല്ലോ. ആ സമയത്ത് നായനയ്ക്കാണെങ്കിൽ രാത്രി ഉറക്കം പോലും വരുന്നുണ്ടായിരുന്നില്ല കിടന്നിട്ട്. ആദർശിനെ കുറിച്ച് ഒരു വിവരമില്ലല്ലോ. ഇനി എങ്ങനെ എന്താന്നും അറിയത്തില്ല. ആദർശാണ് ഇങ്ങനെ വിളിക്കാതിരിക്കുന്നുവല്ല. അങ്ങനെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞുപോയി. പിറ്റേ ദിവസം രാവിലെ നയനയ്ക്ക് നല്ല ടെൻഷനായിരുന്നു. കാരണം ആദർശ് ഇതിലായിട്ടും വിളിച്ചിട്ടില്ല. ദേവേനി വന്നു കഴിഞ്ഞപ്പോഴത്തേനും നയനെ കാര്യങ്ങൾ പറയണം. ആദർശാണ് ഇങ്ങനെ വിളിക്കാതിരിക്കുന്നല്ലോ അമ്മേ, എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാ. ദേവേനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീട് ദേവേനി മുത്തശ്ശൻ്റെ അടുത്ത് എന്നിട്ട് കാര്യങ്ങൾ പറയണം. മുത്തശ്ശൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒന്നുകൂടെ വിളിച്ചു നോക്കാം മാനേജറെ. വിളിച്ചു നോക്കിയിട്ട് വിളിക്കാന്നൊക്കെ പറയണം. ഈ സമയത്ത് ജയന്റെ ഫോണിലേക്ക് ആ കോള് വരുന്നേ. ജയനെ വിളിച്ചിട്ട് കമ്പനിയുടെ മാനേജർ കാര്യങ്ങളൊക്കെ പറയണം. ആദർശ് ഗൾഫിലെ ജയിലിലാന്നുള്ള കാര്യം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ജയന് ഭയങ്കര ടെൻഷനായി. എന്ത് ചെയ്യണമെന്ന് പോലും ഉണ്ടായിരുന്നില്ല. ദൈവമേ, ഇനിയിപ്പോ ഇത് എല്ലാവരോടും എങ്ങനെ പറയും? പ്രത്യേകിച്ച് ദേവേനോടും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ നയനയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയനയുടെ വയറ്റൊരു കുഞ്ഞുള്ളതാ. ഈ സമയത്ത് ഇങ്ങനെ ഷോക്ക് കിട്ടുന്ന ന്യൂസൊക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ അത് കുഞ്ഞിനെ ബാധിക്കും. അതൊക്കെ ഓർത്ത് ഇനിയിപ്പോ ജയന് ടെൻഷനായി. ഒടുവിൽ അജയനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം. ഇത് കേട്ടപ്പോ അജയൻ പറഞ്ഞു അതെ ചേട്ടൻ പേടിക്കൊന്നും വേണ്ട, നമുക്ക് അന്വേഷിക്കാം. എന്തായതെന്നും അറിയത്തില്ലല്ലോ. സ്വർണ്ണക്കടത്ത് കേസിലാണ് അകത്തായിരിക്കുന്ന അറിയാൻ കഴിഞ്ഞ. ഇതിനകത്ത് സത്യാവസ്ഥ ഉണ്ടോന്നും അറിയത്തില്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുവാണ്. ഈ സമയത്ത് അബിക്ക് മനസ്സിലായി വീട്ടില് എല്ലാരും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെന്ന്. പിന്നീട് അബിയെ ഗൾഫിലുള്ള അയാൾ വിളിക്കണം. അയാൾ വിളിച്ചു കഴിഞ്ഞപ്പത്തിനും അബി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഞാനൊരു നമ്പർ തരാം, ആ നമ്പറിലേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറയണേ. കാരണം അബിക്ക് ഒരു കാര്യം മാത്രമേ ചെയ്യേണ്ടതുണ്ടായിരുന്നുള്ളൂ. നയനെയും ബാക്കി ആരും വീട്ടിൽ കാര്യങ്ങൾ അറിയണം. നയനെ അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോണം. അതിന് വേണ്ടിയിട്ട് ഒടുവില് ഗൾഫിൽ നിന്നൊരു കോള് നയനയുടെ ഫോണിലേക്ക് വരുന്നുണ്ട്. അപ്പൊ നയന ഭയങ്കര സന്തോഷത്തില്ല. ആദർശേട്ടനായിരിക്കും വേറെ നമ്പറിൽ നിന്ന് വിളിക്കുന്നതായിരിക്കും എന്നോർത്ത് കോൾ എടുത്തു. അങ്ങനെ കോൾ എടുക്കുമ്പോ അങ്ങനെ തളിക്കുന്ന ആ കാര്യം പറയണം. നിങ്ങളിങ്ങോട്ട് ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട, ഞാൻ പറയുന്ന കേട്ടാൽ മാത്രം മതി. നിങ്ങളുടെ ഭർത്താവുണ്ടല്ലോ ആദർശ് ഇപ്പൊ ഗൾഫിലെ ജയിലിലാന്ന് പറയണം. ഇതും പറഞ്ഞിട്ട് അയാളും കൂടെ കോള് കട്ട് ചെയ്തു. പെട്ടെന്ന് നയന ഹലോ ഹലോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങേ തലയ്ക്ക് കോള് കട്ടായിട്ടുണ്ടായിരുന്നല്ലോ. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തുണ്ടായിരുന്നില്ല നയനയ്ക്ക്. നയന ഒരു നിമിഷം ഇങ്ങനെ വല്ലാത്തൊരു ഞെട്ടലോടെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ദേവേനി അങ്ങോട്ട് വന്നു. ദേവേനി വന്നിട്ട് ചെന്താ മോളേന്ന് ചോദിക്കുകയാണ്. നയന ദേവേനിയെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. ഈ സമയം ദേവേനി ചെന്താ മോളെ, എന്താ കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. പിന്നീടാണ് നയന ആ കാര്യങ്ങൾ പറയണേ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേവേനി അലമുറയിട്ട് കരയാൻ തുടങ്ങി. കാരണം ആദർശ് ജയിലിലാണ്. പിന്നീട് അങ്ങനെ വീട്ടിലെല്ലാരും അറിയാണ്. അപ്പോഴേക്കും ജയനും അജയനും ഒക്കെ മനസ്സിലായി കാര്യങ്ങളൊക്കെ പുറത്തായെന്ന്. അങ്ങനെ ഒടുവില് മുത്തശ്ശൻ അറിഞ്ഞു കഴിഞ്ഞപ്പോ മുത്തശ്ശൻ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. ഇത് സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ലോ. ഗൾഫിലാണെങ്കിലും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ചിലപ്പോൾ ഇത് ആരെങ്കിലും ഫേക്ക് ആയിട്ട് വിട്ടതായിരിക്കും. ഒരു പക്ഷേ ആദർശൻ അങ്ങനെയൊന്നും സംഭവിച്ച് കാണത്തില്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പോഴത്തേക്കും ജയനും അജയനും കാര്യങ്ങൾ പറഞ്ഞു. മാനേജർ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു പറയണം. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശനൊക്കെ ഭയങ്കര ടെൻഷൻ. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ വഴിയുള്ളതല്ല. അതും സ്വർണ്ണക്കടത്ത് കേസിൽ അങ്ങാണ്ടാണ് അകത്തായിരിക്കുന്നത്. ആരോ മനഃപൂർവ്വം കുടുക്കിയതാണെന്ന് മനസ്സിലായി. പക്ഷെ ആരാ എന്താ ഇതെന്നും അറിയത്തില്ല. അവിടെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ AM ജ്വല്ലർക്കാർ മാത്രമേ ഉള്ളൂ. ഇനി അവരാണോ അത് ചെയ്തത് എന്നൊരു ചിന്തയൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവുന്നുണ്ട്. പക്ഷെ അബിക്കും ജലജയ്ക്കും ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ നവ്യയുടെ ഉള്ളിലെ സന്തോഷം ഉണ്ടായിരുന്നു. തന്റെ അബിയെ കുറച്ചു ദിവസം ജയിലിൽ കിടത്തിയല്ല എല്ലാരും ചേർന്നിട്ട് അനുഭവിക്കട്ടെ എന്നൊരു ചിന്തയായിരുന്നു നവ്യയുടെ മനസ്സിലും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്.
ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.